Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള പെരുന്നാളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് കേക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഡാൽഡ നെയ്യ് വെച്ചിട്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അവസാനം ട്വിസ്റ്റ് ഉണ്ട്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒന്ന് നല്ല പോലെ മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കാം. നല്ല പോലെ അലിയിച്ചെടുത്താൽ മതി. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി, അല്ലാതെ ഒറ്റൊന്നും പരുവം അതൊന്നും വേണ്ട. ഇതിലേക്ക് ഡാൽഡ ഗീയിലെ വെജിറ്റബിൾ നെയ്യ്, അതാണ് 3/4 കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇതിൽ തന്നെ അലിയിപ്പിച്ചെടുക്കാം. അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഇത്രയും മതി. നമ്മളുടെ പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തണുത്ത് കിട്ടാനും വേണ്ടിയിട്ടും ഇതിൽ തന്നെ പൊടി കുഴച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഒരു മുട്ട ആവശ്യമുണ്ട്. അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് പാകത്തിനുള്ള ഉപ്പും ഏലക്കപ്പൊടിയും പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് വനില എസൻസ് ആണ് കേട്ടോ. ഇത് നമ്മൾക്ക് കേക്ക് ഒരുപാട് കാലം സൂക്ഷിക്കുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവറാണ് ഈ വനില എസൻസ് കൂടി ചേർത്താൽ കിട്ടുന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇതിനെ ഒന്ന് കലക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പിന്നെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ മുട്ട ഇതിലേക്ക് ആരും ഇട്ട് കൊടുക്കാതിരിക്കുക. ചൂടോടെ തന്നെ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്താൽ മുട്ട പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അത് തണുത്തതിന് ശേഷം മാത്രം മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഓൾ പർപ്പസ് ഫ്ലോർ, അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് 4.5 കപ്പ് മൈദയാണ് കേട്ടോ. ഈ 250 ml 4.5 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കുഴച്ച് പാകം ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഓരോ കപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ആക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഇങ്ങനെ ഉറച്ചിട്ടായിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും ഇതിൻ്റെ മാവ് ഉണ്ടാവുന്നുള്ളത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പരത്തിയെടുക്കാനും അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള കേക്കപ്പം നമ്മളുടെ കാസർഗോഡ് സ്പെഷ്യലായിട്ട് ഈദ് സ്പെഷ്യലായിട്ട് പെരുന്നാളപ്പങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അതിൽപ്പെട്ട ഒരു തരം അപ്പമാണ് ഈ കേക്കപ്പത്തിൻ്റെ റെസിപ്പിയും. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ ഈ കേക്കപ്പത്തിൻ്റേത്. ഇത് ഉണ്ടാക്കപ്പോൾ തന്നെ മക്കളൊക്കെ ഒരുപാട് കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഈ കേക്കപ്പം. ഏത് കേക്കിനായാലും അത് കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ ഇത്രയും മതി. നമ്മൾക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് അതിനെ പരത്തിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇവിടെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യം കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടാണ് ഇതിനെ പരത്തിയെടുക്കുന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. മൈദപ്പൊടിയൊന്നും ഇടാതെ തന്നെ നമ്മൾ ഇതിനെ പരത്തിയെടുക്കുന്ന സ്റ്റൈലിൽ. അപ്പോൾ മൈദപ്പൊടി ആവശ്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഗീ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളത്. ഈ മാവ് ഇതിരിക്കുന്നോറും അതിൽ നിന്ന് തന്നെ ഗീ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ നമ്മൾക്ക് ഇത് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല.
നമ്മൾക്ക് ഇത് ഇത്രയും തിക്കായിട്ടാണ് ഇതിനെ പരത്തിയെടുക്കേണ്ടത്. നല്ലോണം തിന്നായിട്ടൊന്നും പരത്തിയെടുക്കണ്ട. പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ല അങ്ങനെയൊന്നും ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. നല്ല ഷേപ്പോടെ കൂടി തന്നെ നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സൈഡൊക്കെ നമ്മൾക്ക് അതിൻ്റെ ഷേപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ വേറെ മാവിലേക്ക് ആക്കിയിട്ട് കളയേണ്ടൊന്നും ആവശ്യമില്ല. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല വീട്ടിലേക്ക് തന്നെ. അപ്പോൾ അതിനെ നമ്മൾക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 2 ബാച്ച് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. ഇത് നമ്മളുടെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതുപോലെ പിസ്സ കട്ടർ വെച്ചിട്ടും എളുപ്പത്തിൽ ഇങ്ങനെ സിംഗിളായിട്ട് എടുക്കാതെ ഒറ്റ മുറിക്കൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എല്ലാ ബിഗിനേഴ്സിനും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടാമത്തതും എനിക്ക് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ളും രണ്ടാമത്തെ പകുതിയും അത്ര മതിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിലേക്ക് ഒരു ട്രിപ്പ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ട്രിപ്പും അവിടെ ഇട്ടിട്ട് അത് വേവുന്ന ടൈമിൽ നമ്മൾക്ക് അടുത്ത ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഒട്ടും മൈദപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാതെയാണ് പിന്നീടുള്ളത് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ മൈദപ്പൊടി ബിഗ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്താണെന്നൊക്കെ വിചാരിക്കുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യം മൈദപ്പൊടി തൂവി കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കേക്ക് അടിയിലൊക്കെ നിന്നിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നുള്ളത്, ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. നമ്മളുടെ കേക്കൊക്കെ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഗീ കേക്കാണ്, ഡാൽഡ ഗീ കേക്ക്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ കേക്കപ്പം കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് പൊട്ടിയിട്ട് 3-4 പീസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളുടെ വെട്ട് കേക്കൊക്കെ ഇല്ലേ ആ ഷേപ്പൊക്കെ ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇതിൻ്റെ അളവ് നമ്മൾക്ക് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിലും വലുപ്പമാക്കിയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കാണുമ്പോഴല്ലേ ഒരു ഭംഗി, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ചെറുതാക്കി എടുത്തിട്ടുള്ളത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. നമ്മളിതിലേക്ക് അവസാനം ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പത വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രം തന്നെ വേണം ഇത് പൊരിച്ചെടുക്കാൻ, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാനേ. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ആയിട്ട് എണ്ണ തിളച്ച് പുറത്തേക്ക് മറിയും. അപ്പോൾ അത് ലാസ്റ്റ് ആയിട്ടാകുമ്പോൾ ഇങ്ങനെ മറിയാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. മുട്ടയും ഗീയും ചേർത്തിട്ടുണ്ടാക്കുന്ന ഏത് റെസിപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനിയും ഒരുപാട് അപ്പത്തിൻ്റെ റെസിപ്പീസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.